നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ സംവിധാനവുമായി ബന്ധപ്പെട്ട പുതിയ ധവളപത്ര നിർദ്ദേശങ്ങളാണ് ഈ വിവാദത്തിന് കാരണം. ഈ വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും തൊഴിലാളി സംഘടനകളും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർത്തിയതോടെ കേരളം മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു വിഷയമായി ഇത് മാറിയിരിക്കുകയാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ധവളപത്രത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ, എന്തുകൊണ്ടാണ് ഇത് വിവാദമാവുന്നത്, സാധാരണ ജനങ്ങളെ ഇത് എങ്ങനെ ബാധിക്കും, രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിയമസഭയിൽ അവതരിപ്പിച്ച ധവളപത്രത്തിൽ സാമൂഹ്യ ക്ഷേമ മേഖലയിൽ ചില പ്രധാന പരിഷ്കരണ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമായും ചർച്ചയായിരിക്കുന്നത് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം കൂടുതൽ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റുക എന്നുള്ള കാര്യം, ആധാർ അധിഷ്ഠിത അതായത് DBT ഡയറക്റ്റഡ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ശക്തമാക്കുക, നിലവിലെ ചില വിതരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പുനഃപരിശോധിക്കുക, സബ്സിഡി സംവിധാനങ്ങൾ കാര്യക്ഷമമായി വർദ്ധിപ്പിക്കുക. ഇവയാണ് പൊതുവെ ഉയരുന്ന നിർദ്ദേശങ്ങൾ. എന്തുകൊണ്ടാണ് ഈ വിഷയം വിവാദമായതെന്ന് നോക്കാം. ഈ നിർദ്ദേശങ്ങൾ പുറത്തു വന്നതോടെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു. പ്രധാനമായ ആശങ്കകൾ: പുതിയ സംവിധാനം വരുമ്പോൾ നിലവിലെ ഗുണഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ? സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പെൻഷൻ തടസ്സപ്പെടുമോ? വയോധികർക്കും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കും ഇത് ബുദ്ധിമുട്ടാവുമോ? ഇവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. KSPSL സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് അടുത്തത്. ഇപ്പോൾ കേരളത്തിൽ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണം പ്രധാനമായും ഒരു പ്രത്യേക സംവിധാനത്തിലൂടെയാണ് നടക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഈ സംവിധാനത്തിന്റെ ഭാഗമായ പെൻഷൻ സമയബന്ധിതമായി വിതരണം ചെയ്യാൻ സാധിച്ചു എന്ന് ഒരു വിഭാഗം പറയുന്നു. കുടിശ്ശിക ഒഴിവാക്കാൻ ഇത് സഹായിച്ചു എന്നും അവകാശപ്പെടുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നു പുതിയ പരിഷ്കരണങ്ങൾ അനിവാര്യമാണ്, കൂടുതൽ സുതാര്യതയും ഡിജിറ്റൽ ട്രാക്കിങ്ങും വേണം. ഇവിടെയാണ് അഭിപ്രായ വ്യത്യാസം ആരംഭിക്കുന്നത്. DBT സംവിധാനം ഗുണമോ പ്രശ്നമോ എന്ന് നോക്കാം. ധവളപത്രത്തിൽ പ്രധാനമായും ചർച്ചയാവുന്ന ഒന്നാണ് ആധാർ അധിഷ്ഠിത DBT സംവിധാനം. ചിലർ പറയുന്നത് ഇടനിലക്കാരുടെ ഇടപെടൽ കുറയും, പണം നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തും, സുതാര്യത വർദ്ധിപ്പിക്കും. മറുവശം പറയുന്നത് ആധാർ വിവര പിഴവുകൾ പ്രശ്നമാവും, വിരലടയാളമില്ലാതെ വയോധികർ ബുദ്ധിമുട്ടും, ബാങ്ക് അക്കൗണ്ട് പ്രശ്നങ്ങൾ കാരണം പെൻഷൻ തടസ്സപ്പെടും. ഇതാണ് ഇപ്പോൾ വലിയ തർക്കവിഷയം. ഈ രണ്ട് വിഭാഗക്കാർ തമ്മിലാണ് പ്രശ്നം. സാധാരണ ജനങ്ങളുടെ ആശങ്കകളും ഇതിലുണ്ട്. കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ സാമൂഹിക ക്ഷേമ പെൻഷൻ ആശ്രയിക്കുന്നവരാണ്. അവരുടെ ആശങ്കകൾ: പെൻഷൻ മുടങ്ങുമോ? പുതിയ രജിസ്ട്രേഷൻ ബുദ്ധിമുട്ടാവുമോ? ആധാർ ബാങ്ക് പിഴവുകൾ കാരണം ഞങ്ങൾ പുറത്താകുമോ? ഇവയാണ് സാധാരണ ജനങ്ങളുടെ ഏറ്റവും വലിയ ചോദ്യങ്ങൾ. ഗ്രാമപ്രദേശങ്ങളിലെ യാഥാർത്ഥ്യം നമുക്ക് നോക്കാം. സ്മാർട്ട് ഫോൺ ഉപയോഗം പരിമിതമാണ്, ബാങ്ക് ഇടപാടുകൾ കുറവാണ്, ഡിജിറ്റൽ അപ്ഡേഷൻ ബുദ്ധിമുട്ടാണ്. ഇത് പുതിയ സംവിധാനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. മറ്റ് സബ്സിഡി വിഷയങ്ങളും ചർച്ചയിലുണ്ട്. ധവളപത്രത്തിലെ ചർച്ചകൾ പെൻഷനിൽ മാത്രം നിൽക്കുന്നില്ല. ചർച്ചയാവുന്ന മറ്റു മേഖലകൾ കുടിവെള്ള സബ്സിഡി, വൈദ്യുത സഹായം, പൊതുഗതാഗത ആനുകൂല്യങ്ങൾ, ഇവയിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന നിർദ്ദേശവും വിവാദമായി. ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു വശം പരിഷ്കരണങ്ങൾ അനിവാര്യമാണ്, ഡിജിറ്റൽ സംവിധാനം ഭാവിയിലേക്കുള്ള മാറ്റമാണ്, സുതാര്യത വർദ്ധിപ്പിക്കും. മറുവശം പറയുന്നത് പാവപ്പെട്ടവർക്ക് തിരിച്ചടി ഉണ്ടാവും, സാമൂഹിക സുരക്ഷ അപകടത്തിലാവും, നിലവിലെ സംവിധാനം കൂടുതൽ സുരക്ഷിതമാണെന്നൊക്കെയാണ്. യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നോക്കാം. ധവളപത്രം ഒരു നിർദ്ദേശരേഖ മാത്രമാണ്. അന്തിമ തീരുമാനം സർക്കാർ നിലപാടിലെ ആശ്രയിച്ചിരിക്കുകയാണ്. വിവിധ തലങ്ങളിൽ ചർച്ച തുടരുകയാണ്. ഔദ്യോഗിക സ്ഥിരീകരണം പൂർണ്ണമായി വന്നിട്ടില്ല. സാമൂഹിക ക്ഷേമ പെൻഷൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ഒന്നാണ്. വയോധികരും വിധവകളും കർഷക തൊഴിലാളികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനെ ആശ്രയിക്കുന്നു. അതിനാൽ ഈ സംവിധാനത്തിൽ വരുത്തുന്ന ഏതു മാറ്റവും വലിയ ശ്രദ്ധയും ചർച്ചയും സൃഷ്ടിക്കുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഒരു അന്തിമ തീരുമാനമല്ല, മറിച്ച് ഒരു നയപരമായ ചർച്ചാ ഘട്ടമാണ് എന്ന് പറയാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇതിൽ യോജിക്കുന്നുണ്ടോ? ഇത് വേണോ, അനിവാര്യമാണോ എന്നുള്ളത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.